ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതാക്കണ റിച്ചുവിനെയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. റിച്ചു നല്ല കൂളായിട്ട് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. അങ്ങനെ ഇതാക്കണ മുത്തുമോനും ഉണ്ട് കേട്ടോ. ഓനക്കിന്ന് സ്കൂളില്ല, പിന്നെ സച്ചത മുന്നിൽ ഇരിക്കണുണ്ട്, ഓനക്കൊന്ന് ക്ലാസ് ഇല്ല കേട്ടോ. അങ്ങനെ ഇതാക്കണതിൽ പിന്നെ അവർക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് കണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പം നെര്യാണിക്കൊക്കെ ഇതുവരെ പിന്നെ കെട്ടുണ്ടായിരുന്നു, ചെറിയൊരു കെട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഡോക്ടർ 5 ദിവസം കഴിഞ്ഞിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വീക്കുണ്ട് കേട്ടോ. അതായത് നമ്മൾ കമ്പിട്ടീൻ്റെ ആ ഒരു മുറിവുണ്ട് കേട്ടോ, അതൊക്കെ ഉണങ്ങി വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണ റിച്ചുവിന് അത്യാവശ്യം നല്ലൊരു ചെറുങ്ങനെ വേദനയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്നാൽ ഏത് വേദനയും അവന് കുറേയൊക്കെ സഹിക്കും കേട്ടോ. നമ്മളൊന്നും മാതിരിയല്ല കേട്ടോ, നല്ലൊരു പിന്നെ ധൈര്യമുള്ളൊരു കുട്ടീനെ കേട്ടോ അവന്. അങ്ങനെ ഇതാക്കണം ഞങ്ങൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് അങ്ങനെ അധികമൊന്നും വീഡിയോസൊന്നും ഇടില്ല കേട്ടോ. ഇപ്പോൾ കുറേ മുന്നത്തെ വീഡിയോസൊക്കെ ഇപ്പോഴാട്ടോ ഞാനൊക്കെ വോയിസൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. പിന്നെ ചെറിയ ഷോർട്സൊക്കെ പാട്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണം ഞങ്ങൾ വിംസ് ഹോസ്പിറ്റലിലെത്തിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ വീൽ ചെയറിലാട്ടോ അവനെ കൊണ്ടുവരുന്നത്. മറ്റേത് എപ്പോഴും നമ്മൾ സ്ട്രെച്ചറിലാട്ടോ കൊണ്ടുപോകൽ. അപ്പോൾ കാലിന് കെട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട്, കാല് മടക്കാനും നിർത്താനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം നിലത്ത് ചവിട്ടാൻ ഇനിയും ആയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം കാണിച്ച് കഴിഞ്ഞിട്ട് നിലം ചവിട്ടാൻ പറയുമായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാക്കണം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോക്കനൊക്കെ എടുത്ത് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചുവിന് പിന്നെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, ചായ വെള്ളം കിട്ടണം, ഇങ്ങനെയൊക്കെ കേട്ടോ അവൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന സില അവിടെ ഫോണിൽ കളിക്കുന്നുണ്ട്. പിന്നെ മുത്തും സച്ചു അതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ഓർത്തോ വാർഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പൊട്ടലും മുറിവും ഒക്കെ പോലെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ കാണുക. അങ്ങനെ ഇതാക്കണേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇരുന്ന് മുഷിഞ്ഞു കേട്ടോ. കാരണം കുറച്ച് പിന്നെ ടൈം ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മഷിപ്പ് വരലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറൊക്കെ തിന്നിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഓനെയും കൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ചോറൊക്കെ തിന്നിട്ടോ വന്നത്. പിന്നെ കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെ ഒരു മഷിപ്പ് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടറൊക്കെ കാണിച്ച് ഡോക്ടർ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഉള്ളത്തെ വാക്കറൊക്കെ പിടിച്ച് കണ്ട് അങ്ങനെ നടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരടി എനിക്ക് പോലും വെക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡോക്ടർ മെല്ലെ പിടിച്ച് കണ്ട് അങ്ങനെ നടത്തിട്ടോ. 2 മാസത്തിന് ശേഷമാണ് കേട്ടോ അവനെ നടത്തുന്നത്. അപ്പം നടന്ന് നോക്കുമ്പോൾ ഭയങ്കര വേദനയും കാലൊക്കെ നല്ല റെഡ് കളറിലും നീല കളറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറെ പേടിക്കൊന്നും വേണ്ട, നീര് നല്ലോണം വരും, പിന്നെ അതങ്ങനെ പോകും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര വേദന കേട്ടോ. പിന്നെ ഡോക്ടർ മുന്നിൽ കുറേ അവന് സങ്കടം പിടിച്ച് നിന്ന് കേട്ടോ. അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് ഡോക്ടറെ കാണിച്ച് പിന്നെ മരുന്നിനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മരുന്നിനൊക്കെ എഴുതി ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണം എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം പിന്നെ ചായ കുടിക്കാനാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ ഇവിടെ മെഷീൻ ചായ കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക്. അങ്ങനെ എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ചായയൊക്കെ വാങ്ങിയിട്ട് പോകുന്നു കേട്ടോ. റിച്ചുമോനാകെ നടന്നിട്ട് നല്ല എന്താ പറയുക വേദനയായിട്ട് നല്ലൊരു ക്ഷീണം പിടിച്ചു കേട്ടോ. കാരണം അധികം മിണ്ടാനും സംസാരിക്കാനും ഒന്നും അവനെ കൊണ്ട് പറ്റണതന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ ഭയങ്കര ഇടങ്ങേറായി പോയിട്ടോ. അങ്ങനെ ഇതാക്കണ റിച്ചുമോൻക്കും സച്ചുമോൻക്കും എന്താക്കി സാൻഡ്വിച്ച് വാങ്ങിക്കൊടുത്തിട്ടോ. പിന്നെ ഞങ്ങൾക്കൊക്കെ പരിപ്പ് വട വാങ്ങിട്ടോ. പിന്നെ ഇവിടുത്തെ കടികളൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതാക്കണ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് അവിടുന്ന് അങ്ങനെ പിന്നെ പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണ പിന്നെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോരുക കേട്ടോ. പിന്നെ ഇതാ ഒന്നാമത് ഇനിയിപ്പോൾ നമുക്ക് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വാക്കറൊക്കെ സംഘടിപ്പിച്ചിട്ട് വേണം കേട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മളെ വീട്ടിലാണെങ്കിൽ സ്ഥലമല്ല കേട്ടോ നടക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രീറ്റ് വഴിയിലാണ്. അപ്പോൾ എല്ലായിടത്തും കൂടെ സാധനങ്ങളായതുകൊണ്ട് നടക്കാനൊരു ഇത്തിരി വഴി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഒരു നടക്കും എന്നുള്ളൊരു ഇതൊന്നും നമുക്കൊരു പിടുത്തമല്ല. എന്തായാലും വേണ്ടില്ല, നമ്മൾ തന്നെ പിടിച്ചും കണ്ട് മെല്ലെ അങ്ങനെ നടത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വാക്കർ നമുക്ക് വേറെ ആളോട് ചോദിക്കണം കേട്ടോ. കാരണം ഒരു മാസത്തിന് വേണ്ടിയിട്ട് നമ്മളത് പൈസ കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് മുതലാവില്ല. അപ്പോൾ പിന്നെ എന്തായാലും അത് നമ്മൾ ചോദിച്ചു വെച്ചേക്കണ് തരാൻ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ വിംസിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ ഈ പോകുന്ന സമയത്ത് നമുക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ല മഞ്ഞൊക്കെ മൂടിയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മഴ അല്ലായിരുന്നു കേട്ടോ. മഴക്കാറ് നല്ല മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാനങ്ങനെ മുന്നിലിരിക്കാറേ ഇല്ല കേട്ടോ. ഞാനെപ്പോഴും ബേക്കിലായിട്ടിരിക്കുക. മക്കളാരേലൊക്കെ ആയിട്ട് അങ്ങനെ മുന്നിലിരിക്കും കേട്ടോ. അങ്ങനെ മക്കൾക്ക് എപ്പോഴും ഒരു പരാതി കേട്ടോ. പിന്നെ എപ്പോഴും മുന്നത്തെ കണ്ണാടിയിൽ കൂടെ ഉമ്മച്ചിനെ നോക്കുകയാണെന്ന് പറഞ്ഞാണ് കേട്ടോ. എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ കുട്ടികളെപ്പോഴും പറയും കേട്ടോ, മുന്നൊക്കെ നോക്കി വണ്ടി ഓടിച്ചാൽ പോരെ, എന്തിനാ ബേക്കോട്ട് നോക്കണമെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ തമാശക്ക് പറയുന്നതാണ്. അങ്ങനെ എന്താ പറയുക, അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തമാശക്ക് പറഞ്ഞ് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ ഇതാക്കാൻ ഞങ്ങൾക്ക് മിഠായി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
എനിക്ക് വാങ്ങിയത് ഇതാക്കുന്നത് പിന്നെ മിൽക്ക് ബാറിൻ്റെതും മഞ്ചും കേട്ടോ. അവർക്ക് എന്താ പോള് മിൽക്ക് ബാർ അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കുന്നതൊക്കെ ഇങ്ങനെ തിന്ന് പോരട്ടോ. ഇതാണ് റിച്ചുവിൻ്റെ കാലിൻ്റെ ഒരു അവസ്ഥപ്പെട്ടോ. ഇന്നിപ്പോൾ കെട്ടഴിച്ച് നടക്കാനൊക്കെ പറഞ്ഞില്ലേ, ഇനി അങ്ങനെ ആ ഒരു കറുപ്പ് നിറമൊക്കെ പോകണം കേട്ടോ. അങ്ങനെ ഇതാക്കണം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോണ വഴിയാണ് കേട്ടോ, നമ്മൾ പാടി എത്തിട്ടോ. അപ്പോൾ ഇതാക്കണം ശരിയാണ് കേട്ടോ കൊണ്ടുപോകണം. കാരണം ആദ്യം ഞങ്ങൾ 2 പേരായിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ പിന്നെ കെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തോളിൽ അല്ല പുറത്ത് കയറ്റി കണ്ട് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. കാരണം അവനും വെയിറ്റ് ഉള്ളതാണ്. പിന്നെ നനസലിൻ്റെ കൈ പിന്നെ അതും കമ്പി ഇട്ടിക്കാണ്, അതിൻ്റെ കമ്പി എടുത്തിട്ടില്ല കേട്ടോ. നനസലിനെ കൊണ്ട് പോയിട്ട് പിന്നെ അകത്തൊക്കെ മൊത്തം ഞാൻ വെച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.